വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അക്ഷയ് സാർ ആണ് മക്കളെ. സോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മുടെ 8th CBSE ബയോളജിയിലെ ചില ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതും വെറും 5 മിനിറ്റ് സമയത്തെയാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട 5 മാർക്ക് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. സോ ഇതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. സോ ഇത് എന്തിന്റെ ഡയഗ്രാം ആണെന്ന് നിങ്ങൾക്കറിയാം. ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം ആണ് എന്ന് നിങ്ങൾക്കറിയാം. ചോദ്യം എന്താണ്? സ്റ്റഡി ദ ഡയഗ്രാം ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ഡയഗ്രാം ഒന്ന് പഠിക്കുക. അപ്പൊ നമുക്കറിയാം ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിഗർ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ? ലേബൽ ദ പാർട്സ്. എന്താണ്? ABCD എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണം. ആ പാർട്സ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. A എന്ന് പറയുന്നത് ഈ കാണുന്ന ഭാഗമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഓവറിയാണ് എന്ന് അറിയാം അല്ലെ. ഇതെന്താണ്? ഈ റീജിയനെ വിളിക്കുന്ന പേരെന്താ? ഓവറിയാണ്. പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽ ഓർ ഫീമെയിൽ ഗൊനാഡ് ആണത്. ബി എന്ന് പറയുന്ന ഭാഗം എന്താ? അത് ഫലോപ്പിയൻ ട്യൂബ് അഥവാ ഓവിഡക്റ്റ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. ഓവിഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഫലോപ്പിയൻ ട്യൂബ് അല്ലെ. ഫലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കാം. ഓവിഡക്റ്റ് ഓർ ഫലോപ്പിയൻ ട്യൂബ്. ഇനി സി എന്ന് പറയുന്ന ഭാഗം ഏതാ? സി എന്ന് പറയുന്ന ഭാഗം ഈ ഭാഗമാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് യൂട്രസ് എന്നാണ്. ഗർഭാശയ അല്ലെ ഗർഭപാത്രം യൂട്രസ് ആണ്. ഇനി ഡി എന്ന് പറയുന്ന ഭാഗം അത് വജൈനയാണ്. വജൈന. അപ്പോൾ ABCD വളരെ എളുപ്പത്തിൽ നമുക്ക് ലേബൽ ചെയ്യാൻ സാധിച്ചു. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് പാർട്ട് എ ആൻഡ് പാർട്ട് സി. അപ്പൊ പാർട്ട് എ എന്ന് പറയുന്നത് അത് ഓവറി ആണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ എന്തിനാ ചോദിച്ചിരിക്കുന്നത്? പാർട്ട് സിയുടെ ചോദിച്ചിട്ടുണ്ട്. പാർട്ട് സി എന്ന് പറയുന്നത് എന്താ? പാർട്ട് സി എന്ന് പറയുന്നത് യൂട്രസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പാർട്ട് എ എന്ന് പറയുന്ന ഓവറിയുടെ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെച്ചാണ് ഓവം റിലീസ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗം അല്ലെ. പ്രൊഡക്ഷൻ ഓഫ് ഓവമാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് റിലീസ് ഓഫ് ഓവം ഓർ വി ക്യാൻ സേ എഗ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് ഓവറിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ഫീമെയിൽ സെക്സ് ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും സഹായകരമാവുന്നുണ്ട്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലുള്ളവ. ഇനി സി എന്ന് പറയുന്ന ഭാഗം അത് യൂട്രസ് ആണെന്ന് നമുക്കറിയാം. ഗർഭാശയം, ഗർഭപാത്രമാണ്. സോ അവിടെയാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് അല്ലെ. ഇംപ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ എംബ്രിയോ നമ്മുടെ യൂട്രസിൽ പറ്റിപ്പിടിച്ച് വളരുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുക. അപ്പൊ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് യൂട്രസിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലൈനിങ് ആയ എൻഡോമെട്രിയത്തിലാണ്. സോ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ നടക്കുന്നതും ഇവിടെ തന്നെയാണ്. ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഇതൊക്കെ നടക്കുന്നത് യൂട്രസിൽ വെച്ചാണ്. സോ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ നിങ്ങൾ എന്ത് ലഭിച്ചു? നിങ്ങൾക്ക് 3 മാർക്ക് ഈ ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലൂടെ 2 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് 1.5 മാർക്ക് വീതം നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം, വാട്ട് ആർ എൻഡമിക് സ്പീഷീസ്? അപ്പൊ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇത് കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ മനസ്സിലാക്കാം. സോ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായി കാണപ്പെടുന്ന സ്പീഷീസിനെ എൻഡമിക് സ്പീഷീസ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പൊ പച്മാരി ബയോസ്ഫിയർ റിസർവിൽ നമ്മൾ എൻഡമിക് സ്പീഷീസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഫ്ലോറയായി സാൾട്ട് ട്രീ, പിന്നെ അർജുൻ ട്രീ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഫോണയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഫ്ലൈയിങ് സ്കൊരിയൽ, ബൈസൺ ഇതൊക്കെ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്യാൻ എ ഫോറസ്റ്റ് റീജനറേറ്റ് നാച്ചുറലി ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം? ഒരു ഫോറസ്റ്റിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. സോ ഒരു ഫോറസ്റ്റ് ലാൻഡ് ഉണ്ട്, അത് ക്ലിയർ ചെയ്യപ്പെട്ടു, ഡിഫോറസ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് വീണ്ടും തിരിച്ചു വരാൻ സാധിക്കുമോ? തീർച്ചയായും തിരിച്ചു വരാൻ സാധിക്കും. അവിടെ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലെങ്കിൽ പോലും ഫോറസ്റ്റിന് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് ഓർത്തു വെക്കുക. സോ ഇതിന്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് ആൻസർ നമ്മൾ പറഞ്ഞു, എൻഡമിക് സ്പീഷീസ് ആർ ദോസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ വൺ ജോഗ്രഫിക്കൽ റീജിയൻ. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഫോറസ്റ്റിന് റീജനറേറ്റ് ചെയ്ത് വരാൻ പറ്റുമോ എന്നുള്ളത്, ഇൻ എ ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം എ ഫോറസ്റ്റ് ക്യാൻ റീജനറേറ്റ് ഒറിജിനലി വിത്ത് ഗ്രാസ് ആൻഡ് ഹെർബ് ഗ്രോ. ചെറിയ ചെറിയ പുല്ലുകളും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ സമയത്തിൽ വരാൻ സാധിക്കും.
പിന്നെ റീഫോറസ്റ്റേഷൻ ക്യാൻ ഒക്കർ നാച്ചുറലി, തിരിച്ച് മരങ്ങൾ വരുന്നതിനെയാണ് റീഫോറസ്റ്റേഷൻ എന്ന് പറയാം അല്ലെ, മരങ്ങൾ വരികയാണ്. ഒക്കർ നാച്ചുറലി ബൈ ലീവിംഗ് ഡിഫോറസ്റ്റഡ് ഏരിയ അൺഡിസ്റ്റർബ്. നമ്മൾ ഡിഫോറസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, മനുഷ്യന്റെ യാതൊരു ഇടപെടവും ഇല്ലെങ്കിൽ, കുറച്ച് സമയം എടുത്താണെങ്കിൽ പോലും ഫോറസ്റ്റ് എന്ത് ചെയ്യും, റീഗ്രോ ചെയ്യും വിത്തൗട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ. അപ്പൊ ഇതാണ് നിങ്ങൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. സോ മറ്റൊരവസരത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ് ബൈ ആൻഡ് സ്റ്റേ സേഫ്.